പുനർജനിക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 14 2012 മെയ് 14. അടുത്തത് എൻ്റെ ആമിക്കുട്ടീൻ്റെ പിറന്നാൾ കേട്ടോ. സൂര്യനും ആദ്യം തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല. അവർ 3 വയസ്സിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഒരാഴ്ചയുടെ ഡിഫറൻസിലാണ് കേട്ടോ അവരുടെ ഡെലിവറി കഴിഞ്ഞത്. ഒരാൾ മെയ് 7 ഒരാൾ മെയ് 14 ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ 3 പേരും അധികം മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ 3 കുട്ടികളും, ആമിയായാലും സൂര്യനായാലും ആദ്യമായാലും പെട്ടെന്ന് ചടപടാറ് കാര്യങ്ങൾ കഴിഞ്ഞു പോയി. പക്ഷെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ദൈവമേ, ഈ 2 കുട്ടികളും ഒരുപോലെ ചെക്കന്മാരല്ലേ, രണ്ടാളും ട്വിൻസ് പോലെ, എങ്ങനെ നോക്കുക, എങ്ങനെ വളർത്താൻ. സത്യം പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ഞാനും വിചാരിച്ചു, ദൈവമേ എങ്ങനെ വളർത്തുക, എങ്ങനെ മുന്നോട്ട് പോകാം. അമ്മയുള്ളതുകൊണ്ട്, ഹസ്ബൻഡ് അമ്മയുള്ളതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ കൂടെ ഒരാൾ നമുക്ക് കൂട്ടുവേണം. ഇവർ അധികം വ്യത്യാസം ഉണ്ടായിരുന്നില്ല ചെക്കന്മാർ തമ്മിൽ. അവർ 1.5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ളൂ, ട്വിൻസ് പോലെ തന്നെ. അപ്പോൾ കുറച്ച് കാലങ്ങളിൽ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആലോചിക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്, അന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാലും അവർ പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു പോയി. ഇന്ന് അതുകൊണ്ട് സുഖമായി എന്നുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ വയ്യായൊക്കെ വരുന്ന ഈ അസുഖമൊക്കെ വരുന്ന സമയത്ത് അവർ ഒരുമിച്ച് ചെറിയ കുട്ടികളായി നിൽക്കണ ആ ഒരു സമയം ആയിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ദൈവം ആ കാര്യത്തിലും എൻ്റെ കൂടെ തന്നെയാണ്. ഒന്നും നോക്കിയില്ല. നോർമലി എന്താ പറയുക, ഞങ്ങൾ ഇവർ അങ്ങനെ വളർന്നു. ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് ആമിക്കുട്ടി എത്തിയിരിക്കുകയാണ്. ആമിക്കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് സൈലൻറ്റ് വലിയാണ് കേട്ടോ. ആൾ കുറച്ചൊരു പാവാണ്. പാവെന്ന് പറയാൻ പറ്റില്ല, ചിച്ചിലുകാരി. കാരണം എപ്പോഴും പറയാതെ പറ്റി അതങ്ങനെയാണ്, പിന്നെ സൂര്യൻ കാണിച്ചു, അല്ലെങ്കിൽ ആദ്യക്കുട്ടൻ കാണിച്ചു, അടിച്ചു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചീച്ച സ്വഭാവമാണ് കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും പറയും, എന്താമി എൻ്റെ ഈ ചീച്ചിൽ 9ലെത്തി, വലിയ കുട്ടിയായി, ഇനിയെങ്കിലും ആ ചീച്ചിലൊന്ന് നിർത്തിക്കൊണ്ട് വയ്ക്കും. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ, അതിലൊന്നും മാറ്റമില്ല. പക്ഷേ പാവാണ്. നോർമലി പറയുകയാണെങ്കിൽ ഇവളോട് നമ്മളെന്തെങ്കിലും കുഞ്ഞൊന്ന് അടിച്ചു വാരടി, അല്ലെങ്കിൽ അമ്മ ഓഫീസിൽ പോകണം, എൻ്റെ ബാഗിൽ ആ ചോറും പാത്രമൊക്കെ ആക്കടി എന്ന് പറഞ്ഞാൽ ഒക്കെ ചെയ്തു തരും കേട്ടോ. എപ്പോഴും വലിയ ആളായി പറയുന്നൂടെ, ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടാട്ടോ അമ്മ അതൊക്കെ ചെയ്തു തരുന്ന. ചെക്കന്മാരുടെ ഒന്ന് പറഞ്ഞു നോക്കി, ചെക്കന്മാരൊന്നും ചെയ്തു തരില്ല അറിയും. പക്ഷേ ചെയ്താത്തോണ്ടല്ല, ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ കേൾക്കും. കുറച്ച് മടിച്ചുകൊതിയാണെങ്കിലും ഇവളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ കുട്ടി 9ാം ക്ലാസ്സിലേക്ക് ചാടി 14 വയസ്സായിട്ടുണ്ട്. ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയുക, അതിശയം തന്നെ പറയാം. എത്ര പെട്ടെന്നല്ലേ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോകണം. 2012 അവൾ. അപ്പോൾ 14 വയസ്സാവുക അല്ലേ, വലിയ കുട്ടികളാണ്. ഇനി അടുത്ത കൊല്ലം 10ാം ക്ലാസ്സിലേക്കൊക്കെയാണ് വരുന്നത്. എന്താവും അവസ്ഥ. പിന്നെ എന്തായാലും നല്ലൊരു ജന്മദിനം ഞാൻ അവൾക്ക് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു വിഷസ് അവൾക്ക് കൂടെ കൊടുക്കണേ. അവൾ പ്രത്യേകം പറഞ്ഞാൽ എന്താ അറിയാം, അമ്മ എൻ്റെ ബർത്ത്ഡേ അമ്മേൻ്റെ ചാനലിൽ അമ്മ പറയൂലേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്താ കുഞ്ഞെ അല്ല എല്ലാവരും ഇട്ട് ആരൊക്കെ ഇന്ന വിഷ് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് കാണണം കേട്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാനിട്ടിട്ട് ഞാൻ പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, പിന്നെ കാലഘട്ടം മാറി അല്ലേ, ഇന്നത്തെ കാലഘട്ടം ഇതൊക്കെ മാറി. നോർമലി കുട്ടികളൊക്കെ വലുതായി വരികയാണ്. പിന്നെ പണ്ടത്തെ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞാലോ +2 കഴിഞ്ഞാലോ കെട്ടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. ഇനിയിപ്പോൾ പഠനവും കാര്യങ്ങളും മുന്നോട്ട് പോകണം. അപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞു പോണത് അറിയണേ ഇല്ല. എത്ര പെട്ടെന്ന് 14 വയസ്സായ കുട്ടിയൊക്കെ ആയി. പിന്നെ അതിൻ്റെ താഴെ ഇപ്പോൾ ഇവർ 2 പേര്. എത്ര പെട്ടെന്നല്ലേ കാലങ്ങളൊക്കെ പോണ്. ആലോചിക്കുമ്പോൾ എന്തോ പോലെ. എന്തായാലും അവർക്ക് ഞാൻ ഒരു ബർത്ത്ഡേ വിഷസ് എല്ലാവരും വാങ്ങി കൊടുക്കണം കേട്ടോ. അവളതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.